Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട അതേമാതിരി തന്നെ എന്താന്ന് പറഞ്ഞാൽ ചെറിയ പൈസന്റെ അൾട്രാ വാച്ച് സീരീസ് 8 അൾട്രാന്റെ സ്മാർട്ട് വാച്ച് ചെറിയ പൈസന്റെ 45 ദിറംസിന്റെ സ്മാർട്ട് വാച്ചിന്റെ വീഡിയോ. പിന്നെ അതേപോലെ തന്നെ 80 ദിറംസിന്റെ സ്മാർട്ട് വാച്ച് BW8 എന്ന് പറയുന്ന 80 ദിറംസിന്റെ സ്മാർട്ട് വാച്ചിന്റെ രണ്ടിന്റെ വീഡിയോ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ സാധനം ആണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ, അതിന്റെ പ്രൈസ്, UAE എത്ര ഡെലിവറി ചാർജ് വരുന്നത്, പിന്നെ അതേപോലെ തന്നെ 2 പീസ് എടുത്താൽ എത്ര, 3 പീസ് എടുത്താൽ എത്ര, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വന്നിട്ട് ഓർഡർ ആക്കിയാൽ മതി. നല്ല അടിപൊളി സാധനങ്ങളാണ് ഈ രണ്ടും കേട്ടോ. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സൈസാണ്. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു കേട്ടോ. ഇത് ചെറിയ സൈസാണ്. അപ്പോൾ ഇതും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ബേസിലും പിന്നെ അതേപോലെ തന്നെ സൈസ് ബേസിലും പിന്നെ അതേപോലെ തന്നെ ക്ലാരിറ്റി ബേസിലും എല്ലാം രണ്ടും രണ്ടാണ്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾ വന്നിട്ട് ചോദിക്കുന്നത് ഈനും ഡിഫറൻസ് എന്താണ്. അപ്പോൾ നമുക്ക് വീഡിയോ അയച്ചു കൊടുത്താൽ മതിയല്ലോ. ഒരുപാട് മെസ്സേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും റീപ്ലൈ കൊടുത്തോണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് അടങ്ങേറാവുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ട് നല്ല കാണിച്ചു കൊടുക്കുന്നതാണെന്നുള്ളൊരു ഐഡിയത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പൊളിക്കുന്ന Xs8 Pro Ultra എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. വയർലെസ് ചാർജിങ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊളിക്കുന്ന കളർ ഏതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് പൊളിക്കുന്നത് കേട്ടോ. ആൾമോസ്റ്റ് കാണാനെല്ലാം സെയിം ആണ്. ബട്ട് പ്രൈസിലും പിന്നെ ക്വാളിറ്റിയിലും പിന്നെ അതേപോലെ തന്നെ ബാക്കി ഫ്യൂച്ചേഴ്സിലെല്ലാം കുറേ ഡിഫറൻസ് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഫങ്ഷൻസ് നോക്കിയാൽ BT കോൾ ഉണ്ട്, BT ക്യാമറ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മ്യൂസിക്, ഹെൽത്ത് റേറ്റ്, സ്പോർട്സ് എല്ലാ മോഡും ഉണ്ട്. പിന്നെ ചെറിയ പൈസക്ക് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ അതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇതെടുത്താൽ മതി. ഇതും കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ സാധനം അടിപൊളിയാണ്. പിന്നെ ഇതിലൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് ഇതാ ഈ ടൈപ്പ് സ്ട്രാപ്പ് തന്നെ വരുന്നത്. സ്ട്രാപ്പിലും മാറ്റമൊന്നുമില്ല. പിന്നെ വയർലെസ് ചാർജിങ്, അതിൽ വയർലെസ് ചാർജിങ് തന്നെ വരുന്നതാണ്. മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് കണ്ടോ. പിന്നെ ഇതിൽ മാറ്റമുണ്ട്. ഇത് അത്ര 49mm എന്ന് എഴുതിയിട്ടെല്ലാം ഉണ്ട്. പക്ഷേ ഇത് 49mm ഇങ്ങനെ വരുമ്പോൾ 49mm വരുന്നുണ്ട്. പക്ഷെ സൈസിൽ വല്ലാണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇത് സീരീസ് 7, 8 ആ മോഡലിൽ മാതിരിയാണുള്ള സീരീസ് 7, 8 വാച്ചിൻ്റെ അതേ ആ ഒരു മോഡലിലാണ് വരുന്നത്. ഇവിടെ മാത്രം ഒരു സാധനം കൂട്ടിയിട്ടുണ്ട്. അത് തന്നെ മറ്റേ അൾട്രയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുപാട് സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 2 കളറാണ് വരുന്നത് കേട്ടോ. ഒരു ഓറഞ്ച് കളറും വരുന്നുണ്ട്. സ്ട്രാപ്പ് ഓറഞ്ച് ആയിട്ട് മാറും. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതെല്ലാം സെയിം ആണ് വരുന്നത്. പക്ഷേ സ്ട്രാപ്പ് മാത്രം ഓറഞ്ച് കളറായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമാണെങ്കിൽ അതും ഞാൻ കഴിച്ച് കാണിച്ചു തരാം. പക്ഷേ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഇത് ഓൺ ആവാൻ ചാൻസ് ഇല്ല, ചാർജ് ഉണ്ടാവില്ല. ഓണായി 8 എന്ന് എഴുതിയിട്ടെല്ലാം വരുന്നുണ്ട് ലോഗോ. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് തൊടുമ്പോൾ തന്നെ മെനു എല്ലാം ഓപ്പൺ ആയി വരുന്നുണ്ട്. ടച്ച് അത്ര വലിയ സ്മൂത്ത് ഇല്ലെങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് എല്ലാവരും പറയുന്നത് 4 days 5 days കിട്ടുമെന്ന്. പക്ഷെ അത്ര ഒന്നും കിട്ടൂല കേട്ടോ. ഒരു ദിവസത്തിൻ്റെ മേലെ ചാർജ് എന്തായാലും നിൽക്കില്ല. അത്ര ക്വാളിറ്റി ഇല്ല, അത്ര പ്രൈസും ഉള്ളൂ. അതാ വാൾപേപ്പേഴ്സ് എല്ലാം ഒരുപാട് വാൾപേപ്പേഴ്സ് ഒന്ന് റൊട്ടേറ്റ് ആക്കുമ്പോൾ ഒരുപാട് വാൾപേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെനു സ്റ്റൈൽ ഒറ്റ മെനു സ്റ്റൈലേ ഉള്ളൂ. കണ്ടോ. ഇതിൻ്റെ ഡിഫറൻസുകൾ ഫസ്റ്റ് തന്നെ നോക്കിക്കോട്ടോ എന്തെല്ലാം ഡിഫറൻസ് ഉള്ളതെന്ന്. പിന്നെ അതേപോലെ തന്നെ ഇത് തൊടുമ്പോൾ നമുക്ക് മാറുന്നുണ്ട്. മറ്റേതിൽ ഇത് തൊടുമ്പോൾ മെനു ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന്ന് മേലെ നിന്ന് താഴോട്ടാണ് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെന്ന് മുകളിലോട്ടാണ് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്താൽ കോൾ വരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു, പിന്നെ എല്ലാ സംഭവങ്ങളും വരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ മുന്നേ വേറെ ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. അതും കൂടി പൊളിച്ച് കാണിച്ചു തന്നിട്ട് ഞാൻ മറ്റേ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓറഞ്ച് കളറാണ്. സെയിം ആണ്. ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത് ഡെലിവറിക്ക്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് സാധനം കൊടുത്ത് പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഓറഞ്ച് കളർ സ്ട്രാപ്പ് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. ഈ സ്ട്രാപ്പ് മാത്രമേ മാറുന്നുള്ളൂ, ഓറഞ്ചിലേക്ക് മാറുന്നുള്ളൂ. ബ്ലാക്ക് തന്നെ സ്ട്രാപ്പ് ഓറഞ്ചായിട്ട് മാറുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് എല്ലാം സെയിം ആണ്. ഇത് എടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളെ സാധനത്തിലേക്ക് കിടക്കാം. ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് 80 ദിറംസിന് ഒരു പീസ് ഷോപ്പിലാണ്. ഇവിടെ ഷോപ്പിൽ വന്ന ആൾക്കാർക്കെല്ലാം അറിയാം 80 ദിറംസിനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിന് മേലെ ആരടുത്തൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഡെലിവറി ആണെങ്കിൽ 100 ദിറംസിനാണ് ഒരു പീസ് ഡെലിവറി ആക്കി കൊടുക്കുന്നത്. എന്താ പറഞ്ഞാൽ ഡെലിവറി ചാർജ് തന്നെ 20 ദിറംസിനടുത്ത് ഡെലിവറി ചാർജ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 2 പീസ് എടുക്കുമ്പോൾ 150, 3 പീസ് എടുക്കുമ്പോൾ 260, 4 പീസ് എടുക്കുമ്പോൾ
340, 5 പീസ് എടുത്താൽ 420 റുപ്യക്കെല്ലാം ഞാൻ കൊടുക്കലുണ്ട്. 15 പീസ് എടുത്ത ആൾക്കാരും ഉണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഓരോന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണേ മറക്കാണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടാലും മതി. അപ്പോൾ ഇതൊന്ന് പൊളിച്ചിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം എങ്ങനെ സംഭവം. ഇത് ഒരുപാട് ലെങ്ത് വീഡിയോ ആയിരിക്കും കേട്ടോ. എല്ലാ സംഭവം കാണിച്ചു തന്നു പറഞ്ഞിട്ട് എല്ലാവരും. ഇതാ ഓറഞ്ച് കളറാണ് ഞാൻ പൊളിച്ചത്. ഓറഞ്ചിൽ ഇതാ ഇവിടെ നോക്കുക. ഇതിൻ്റെ കനവും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റും രണ്ടാണ്. ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞാൽ രണ്ടാണ്. 2 മാറ്റങ്ങൾ ഒരുപാട് ഇതിൽ തന്നെ ഉണ്ട്. മാറ്റങ്ങൾ ഇവിടെ നോക്കുക. ഇതിൽ തന്നെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒന്നിൽ വെച്ചിട്ട് കാണിച്ചു തരാൻ നല്ലതാ. ഇതിൻ്റെ സൈസിൻ്റെ തന്നെ ഡിഫറൻസ് നോക്കുക. ഇത് കയ്യിൽ കെട്ടിയ മാതിരി ഉണ്ടാവും. വെയിറ്റുള്ള സാധനമാണ്. നല്ല അടിപൊളി സാധനമാണ്. ഇതാ ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ കൊടുത്തിട്ടുള്ള. ഇവിടെ നോക്കുക, ഒരു മാറ്റമില്ല. ഇതിൻ്റെ സ്വിച്ച് ചെറുതാണ്, ഇതിൻ്റെ സ്വിച്ച് കുറച്ച് വലുതാണ്. അങ്ങനെ കുറേ ഡിഫറൻസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സ്വിച്ചും അത്ര തന്നെ. ഇത് ചെറുതാണ്, ഇത് വലുതാണ്. ഇതും ചെറുതാണ്, അല്ല ഇത് വലുതാണ്, ഇതും ചെറുതാണ്. കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് മാത്രമേ ഇതിൽ സെയിം ആയിട്ട് കാണുന്നുള്ളൂ നമുക്ക്. പിന്നെ ഇത് സ്ട്രാപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാം. 2 സ്ട്രാപ്പ് ഇട്ടിട്ട് എൻ്റെ ഡിഫറൻസുകൾ കാണിച്ചു തരാം കേട്ടോ. സ്ട്രാപ്പ് ടൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ റൈറ്റിൽ ഇട്ടിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കയറുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് അധികം ടൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓയിലാ മറ്റേ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് ചെറുങ്ങനെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് കയറിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആൾ വാങ്ങിയ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് വേറെ ഗ്രീൻ കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറിൻ്റെ ഇതിപ്പോ നമ്മ 2ന്റെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് 2 സാധനം കേട്ടോ. 2ന്റെ സ്ട്രാപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ട്രാപ്പ് ഇട്ടിട്ട് ഇത് കയ്യിൽ കെട്ടിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ അതും വേറെ കയ്യിലേക്ക് കെട്ടാം കേട്ടോ. ഇത് കാണിച്ചോ. അപ്പോൾ ഗൈസ് ഇത് 2 ഇപ്പൊ ഞാൻ കയ്യിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കയ്യിൽ ഇതും ഇല്ല, എന്ത് സെൻസറും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല കേട്ടോ. ഒരു ഡിഫറൻസ് ആയോ? സെൻസർ ഉണ്ട്, ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. കാണുന്നുണ്ടോ? ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അതേപോലെ തന്നെ സെൻസറും ഉണ്ട് കേട്ടോ. ക്വിക്ക് സെൻസറാണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൽ 2ലുള്ള ഡിഫറൻസ് ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ ഉണ്ട് ഒരുപാട് ഡിഫറൻസുകളുണ്ട്. ഇതിൽ ആപ്പ് കണക്ട് ആക്കിയാൽ ഇതിൽ നിന്ന് ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റുന്നില്ല. ഇതിൽ വെക്കാൻ പറ്റും, നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് മാറ്റങ്ങളുണ്ട് ഇത് 2ലും. പ്രൈസിൻ്റെ മാത്രമല്ല, ചെറിയ 35 ദിറംസിൻ്റെ ഡിഫറൻസുള്ളൂ പ്രൈസിൽ. ഒരുപാട് ഫ്യൂച്ചേഴ്സ് മാറ്റമുണ്ട് കേട്ടോ 2ലും കൂടിയിട്ട്. അപ്പോൾ അടിപൊളി സാധനം ഇതാണ് BW8. അപ്പോൾ എങ്ങനെ 2 കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാൻ, ഇത് എൻ്റെ ആപ്ലിക്കേഷൻ വഴി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ കോളിംഗ് നോട്ടിഫിക്കേഷൻ എല്ലാം എങ്ങനെ എനേബിൾ ആക്കുന്നതെന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ വാച്ച് മേടിച്ച ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഐഫോണിൽ സെറ്റ് ചെയ്യുക, എങ്ങനെ ആൻഡ്രോയിഡിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോഴേക്കൊക്കെ ഒരു കസ്റ്റമർ വന്ന് അങ്ങനെ സ്റ്റോപ്പ് ആക്കിച്ചാണ്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ അല്ല. അപ്പോൾ ഈ വാച്ച് എടുത്ത ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എങ്ങനെ കണക്ട് ചെയ്യുക, ആപ്പിളിൽ എങ്ങനെ കണക്ട് ചെയ്യുക, ആൻഡ്രോയിഡിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ചോദിച്ചുകൊണ്ടേന്. അപ്പോൾ ഓർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, മറക്കണ്ടേ. പിന്നെ നമ്മളെ ഫോണ് നമ്മൾ ഫസ്റ്റ് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്യുക. ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഇതാ വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്പ് അത് എല്ലാ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്നതാണ് കേട്ടോ. 2ലും കിട്ടുന്നുണ്ട്, പ്ലേ സ്റ്റോറിലും ഉണ്ട് ആപ്പ് സ്റ്റോറിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ വിയർ ഫിറ്റ് പ്രോ ആപ്പ് ഡൗൺലോഡ് ആയി, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടുണ്ട്. ഇൻസ്റ്റാൾ ആയിട്ട് ഓപ്പൺ ആയി വരട്ടെ. ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ട വീഡിയോ ഇതിൽ കൂട്ടിയാൽ ശരിയാവില്ല, ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് ഇതാക്കിയതാണ്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഗൂഗിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ പേരിലുള്ള ID തന്നെ ഉണ്ട്. അതിൽ നല്ല ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട്
അത് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാനും വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡി ക്രിയേറ്റ് ആക്കിയാണ്. 999 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാനും വേണ്ടിയിട്ട് ഒരു ഐഡി ക്രിയേറ്റ് ആക്കിയാണ്. മാതിരി ഷോക്കാണ് സബ്സ്ക്രൈബേഴ്സിന്റെ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട കേട്ടോ. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം അലോ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ വാച്ചിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അലോ വാച്ചിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു ആഡ് ഡിവൈസ് കൊടുത്താൽ ഇങ്ങനെ സ്കാനായി വരുന്നതാണ്. കാണുന്നുണ്ടോ? ഇങ്ങനെ സ്കാനായിട്ട് വരും. സ്കാനായിട്ട് വരുന്ന ടൈമിന് നമ്മൾ ഇതിൽ ഏതാണ് പേരുള്ളത് നാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതിൽ മോഡൽ നമ്പർ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിൽ. അപ്പോൾ A7 എന്ന് പറയുന്നൊരു മോഡലാണ്. അത് ഇവിടെ തന്നെ മേലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണക്ട് ആകുമ്പോൾ നോക്കിയോ. കണ്ടോ കണക്ട് ആയി കഴിഞ്ഞ്. അത്രയേ ഉള്ളൂ. 2 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പേര് ബ്ലൂടൂത്ത് പേരാക്കി കൊടുത്ത് എല്ലാം ഓക്കെയാണ്. ഇത് റെഡിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ വാൾപേപ്പറെല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിന്. എന്താ പറഞ്ഞാൽ ഈ വീഡിയോ പെട്ടെന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നത് മാത്രം ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. ഒന്ന് ഇത് മറ്റേ ലൊക്കേഷൻ ഒന്ന് നോട്ടിഫിക്കേഷൻ ആക്സസ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വിയർ ഫിറ്റ് പ്രോൻ്റെ നോട്ട് അലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ പിന്നെ കണ്ടീഷനായിട്ട് വർക്കാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇത് എങ്ങനെ iOS കണക്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ അല്ലേ, അതും കുറേ ആൾ ചോദിക്കുന്നില്ലേ iOS കണക്ട് ആക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അപ്ഡേറ്റ് കൊടുക്കുന്നില്ല. അപ്ഡേറ്റ് കൊടുത്താൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ അതാ ഇതിൽ വാൾപേപ്പേഴ്സ്, ഇതിൽ കാണാത്ത വാൾപേപ്പേഴ്സ് എല്ലാം ഇതിലുണ്ടാവും കേട്ടോ. ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആൾ ഡയൽസിൽ കൊടുത്താൽ നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതവിടെ കാണുന്നുണ്ട്. കസ്റ്റം സ്ക്രീൻ സേവർ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയത്. കാണുന്നുണ്ടോ? ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം വരുന്ന വാൾപേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായി. ഇനിയിപ്പോൾ iOS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, iOS എങ്ങനെ കണക്ട് ആക്കുന്നത് ഞാൻ കാണിച്ചു കേട്ടോ. ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഫോർഗെറ്റ് അടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഐഫോണിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ, ഐഫോണിൽ ജസ്റ്റ് വിയർ ഫിറ്റ് പ്രോ തന്നെ ടൈപ്പ് ആക്കിയാൽ മതി. ഇതാണ് വിയർ ഫിറ്റ് പ്രോ തന്നെ ടൈപ്പ് ആക്കിയിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിന്. അത് പിന്നെ ഡൗൺലോഡ് മോഡ് നമ്മൾ പിന്നെ വാച്ച് യൂസ് ആക്കാത്തതിനെ കൊണ്ട് അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആയിക്കോളുണ്ട് കേട്ടോ. ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഐഫോണിലാണ് ഓപ്പൺ ചെയ്തിട്ട് അതേമാതിരി തന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗൂഗിൾ ID ഉണ്ടോ? ഗൂഗിൾ ID വെച്ചിട്ട് ഇല്ല, ഗൂഗിൾ ID ഇല്ല അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ആപ്പ് ഓപ്പൺ ആയ അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ആപ്പിൾ ID വെച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പാസ്വേഡ് അടിച്ചു. ആപ്പിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വാച്ച് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടുന്ന് ഒന്ന് എല്ലാം അലോ കൊടുക്കുക കേട്ടോ. അലോ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് വാച്ച് എടുക്കുക. നെക്സ്റ്റ് സെറ്റപ്പ്. ഇത് iOS കണക്ട് ആക്കാൻ ഈസി തന്നെ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. അതാ A7 എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതാ ഇപ്പോൾ കണക്ട് കൊടുക്കുമ്പോൾ അത് ഇതിൽ കണക്ട് ആവുന്നതായിരിക്കും. നോക്കിയോ, കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഐഫോണിലും കണക്ട് ആയിട്ടുണ്ട്. അത്ര തന്നെ സിമ്പിളാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ആൻഡ്രോയിഡിലും ഐഫോണിലെല്ലാം സെയിം ആണ്. ഇത് രണ്ടും കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിലത്തെ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ കമ്പയർ നിങ്ങൾക്ക് മനസ്സിലായില്ല, രണ്ടിൻ്റെ ഡിഫറൻസുകൾ മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.